നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന മാക്സി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഓൾറെഡി കട്ടിങ് വീഡിയോ നമ്മൾ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ 3 പീസ് നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ 3 പീസായിട്ട് ഫ്രണ്ടിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 3 പീസിനെയും ഇതേപോലെ ഒരു ലൈനിങ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ഒരു കോട്ടൺ ലൈനിങ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പേ വേറൊരു കോട്ടൺ ലൈനിങ് മെറ്റീരിയൽ അതേ കളറിലുള്ളത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കളർ ഇളകിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതേപോലെ വൈറ്റ് കളറിലുള്ളത് യൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ 3 പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് വേണം ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നടുവിലത്തെ ആ പാർട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു പൈപ്പിംഗ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിനെ ഒന്ന് പുറകിലേക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡിലുള്ള ആ 2 പീസിൻ്റെയും ഓരോ വശത്തുകൂടെ നമ്മൾ ഇതേപോലെ തന്നെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെച്ച് കൊടുക്കുന്ന പൈപ്പിംഗ് ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അല്ലാതെ ത്രെഡ് വാങ്ങിയിട്ട് ഞാനായിട്ട് ചെയ്തതല്ല, ഇത് ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പൈപ്പിംഗ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അളവിനനുസരിച്ച് കറക്റ്റായിട്ട് ഇതിനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു പേൾപ്പിന് യൂസ് ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പേൾപ്പിന് വെച്ചൊന്ന് കുത്തി കൊടുക്കാൻ കറക്റ്റായിട്ട്. ഇനി വേണം നമുക്ക് എങ്ങനെയാണോ വെച്ച് കൊടുത്തത് അതേ അളവിലൂടെ തന്നെ നമ്മുടെ നെക്കിൻ്റെ അളവെല്ലാം നോക്കി അതേ അളവിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 വശവും നമ്മൾ കറക്റ്റ് അളവിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പാർട്ട്, ബാക്കിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫ്രണ്ട് പാർട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം എത്രയാണ് നെക്കിൻ്റെ വീതി വരുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് പാർട്ടിനെ 2ആക്കി മടക്കി ബാക്ക് പാർട്ടിൻ്റെ മെറ്റീരിയലിന് മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നെക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കിൽ ഞാൻ 4 ഇഞ്ച് ഇറക്കത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതും ഇതേപോലെ റൗണ്ട് നെക്ക് യു നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അത് നമുക്കൊരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ക്രോസ് പീസ് ചെറുതൊരെണ്ണം എടുത്തതിന് ശേഷം അതിനെ ഇതേപോലെ 2ആക്കി മടക്കി വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ നെക്കിലൂടെ കറക്റ്റായിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിനെ ഒന്ന് മടക്കി കൊടുത്ത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വെച്ചുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ മടക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെയായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതേപോലെ മടക്കി വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഭയങ്കര കറക്റ്റായിട്ട് തന്നെ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ക്രോസ് പീസ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി വേണം നമുക്ക് ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്യാനായിട്ട്. സാധാരണ എങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്കിൻ്റെ മെറ്റീരിയലും ഫ്രണ്ടിൻ്റെ മെറ്റീരിയലും കറക്റ്റായിട്ട് നേരെ വെച്ച് കൊടുത്തതിന് ശേഷമായിട്ട് ഇതേപോലെ ഒരു 2 സ്റ്റിച്ചെങ്കിലും കുറഞ്ഞതിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള രീതിയിൽ ഈ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഇതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്ലീവ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മിഡിൽ പാർട്ട് എവിടെയാണോ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെറ്റീരിയൽ കറക്റ്റായിട്ട് തികയത്തുള്ളൂ. അങ്ങനെ 2 സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്തത് അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവിൻ്റെ മെറ്റീരിയലും എടുത്ത് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് സ്ലീവിൻ്റെ നല്ല വശവും എടുത്ത് വെച്ചതിന് ശേഷം മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അങ്ങനെ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അറ്റം ഇതുപോലെ നമുക്ക് എത്രയാണോ സ്ലീവിന് ഇറക്കം വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരുന്ന രീതിയിൽ മടക്കിയെടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 സ്ലീവിൻ്റെയും അറ്റം നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, താഴ്ഭാഗത്തേക്കുള്ള മെറ്റീരിയലിന് ഒന്ന് കൃത്യമായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ടിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മെറ്റീരിയൽ എടുത്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ നമ്മൾ 3 പീസിൻ്റെ നടുഭാഗം ഉണ്ടായിരുന്നല്ലോ, 3 പീസ് ഉണ്ടായിരുന്നതിൽ അതിൻ്റെ സെൻറ്ററിലുണ്ടായിരുന്ന ആ ഒരു പീസ്, അതിൻ്റെ ആ ഭാഗത്ത് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ മാക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് നമുക്കിതേ പേൾപ്പിനെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഓരോന്നോരോന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അങ്ങനെ ഓരോരോ പേൾപ്പിന് കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തെറ്റിപ്പോവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ കറക്റ്റായിട്ട് ഓരോരോ പ്ലീറ്റ്സ് ഞാനിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ പേൾപ്പിന് യൂസ് ചെയ്ത് അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്ലീറ്റ്സും കറക്റ്റായിട്ട് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ട് പേൾപ്പിനെ യൂസ് ചെയ്ത് അതിനെ ഒന്ന് കുത്തി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതും കറക്റ്റായിട്ട് മിഡിൽ പാർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു വശത്ത് നമ്മൾ മിഡിൽ സൈഡിൽ നിന്ന് ഒരു വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിഡിലിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് കൂടെ കറക്റ്റായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ മൊത്തത്തിൽ ഞാൻ കറക്റ്റായിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ചും കൂടെ സെക്യൂറായിട്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ തന്നെ നമുക്ക് പതിച്ച് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഭയങ്കര കറക്റ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഫ്രണ്ട് പാർട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബാക്കിലും ഞാൻ പ്ലീറ്റ്സ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മെറ്റീരിയൽ എങ്ങനെയാണോ അതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെയും ആ മിഡിൽ പാർട്ടിൽ മാത്രമേ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതും കറക്റ്റായിട്ട് നമുക്ക് വരുന്ന രീതിയിൽ കൊടുക്കാം. ഇവിടെ ഞാൻ പേൾപ്പിനെ യൂസ് ചെയ്ത് ഓൾറെഡി വെച്ച് കൊടുക്കുന്നില്ല, ഏകദേശം എനിക്ക് അളവ് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ പേൾപ്പിനെ യൂസ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എനിക്കിത് അത്യാവശ്യം അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നേരത്തെ ഒന്ന് വെച്ച് കൊടുക്കാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നല്ലതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ട് പാർട്ടിന് ചെയ്തത് അതേപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് എല്ലാം എടുത്ത് ഒന്ന് കൃത്യമായിട്ട് അടുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പേൾപ്പിനൊക്കെ യൂസ് ചെയ്ത് വെച്ച് കൊടുത്ത് അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ നൈറ്റീനെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതായത് തിരിച്ചിട്ടതിന് ശേഷം എങ്ങനെയാണോ നമ്മുടെ അളവുകൾ ആ അളവിനനുസരിച്ചെല്ലാം കറക്റ്റായിട്ട് ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് വശവും നമ്മുടെ കറക്റ്റ് സൈസിനനുസരിച്ച് തന്നെ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിനി അടിഭാഗം മടക്കി അടിക്കാനുള്ളത്.
ഇനി നമുക്ക് അടിഭാഗം മടക്കിയടിക്കാം. ദേ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടാണ് ഞാൻ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മാക്സി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്.